നാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്യ വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസ സമൂഹമേ, പരിശുദ്ധ സ്ലീബ പെരുന്നാൾ സെപ്റ്റംബർ മാസം 14-ാം തീയതി, ഈ വർഷം അത് ഞായറാഴ്ചയായിരുന്നു. തുടർന്നുള്ള കാലഘട്ടത്തെ സ്ലീബ കാലം അഥവാ യുഗാന്ത്യകാലം എന്ന് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. AD 320 അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷങ്ങളിലോ ആണ് കർത്താവിൻ്റെ രക്ഷാകരമായ സ്ലീബ ഹേലനി രാജ്ഞി റോമിൽ നിന്ന് യെരുശലേമിലേക്ക് യാത്ര ചെയ്ത് അവിടുത്തെ പ്രമാണങ്ങൾ പരിശോധിച്ച് പൂർവികരോട് ചോദിച്ചറിഞ്ഞ് 3 സ്ലീബാകൾ കാണുകയും ഇതിൽ കർത്താവിൻ്റെ സ്ലീബായിൽ അതിലെ കടന്നുപോയ ഒരു മൃതശരീരം തൊടുവിച്ചപ്പോൾ ആ വ്യക്തിക്ക് ജീവൻ ഉണ്ടായി. അതുകൊണ്ട് ഇത് കർത്താവിൻ്റെ സ്ലീബായാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു. അന്നു മുതൽ പ്രത്യേകിച്ച് ആ സ്ലീബായുടെ അംശങ്ങൾ ലോകമെമ്പാടും സ്ഥാപിച്ച് ബഹുമാനിച്ചു എന്ന് മാത്രവുമല്ല, എൻ്റെ കർത്താവിൻ്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാൻ എനിക്കിടയാക്കരുതേ എന്ന പൗലോസ് ശ്ലീഹായുടെ വചനം അന്ന് കുറെക്കൂടെ അർത്ഥവത്തായി തീരുകയും സഭയാകമാനം സ്ലീബ ശത്രുവിന് നേരെയുള്ള തോൽക്കാത്ത ആയുധമാണ് എന്ന ആ സത്യം ദാവീദ് പരിശുദ്ധ റൂഹായാൽ പാടിയ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സത്യം ഉൾക്കൊള്ളുകയും സ്ലീബ വന്ദനവും സ്ലീബ കൊണ്ട് പ്രപഞ്ചത്തെ ആശീർവദിക്കുകയും നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ ഉയർത്തി നാട്ടുകയും ഒക്കെ ചെയ്തതായി ചരിത്രത്തിൽ ഉടനീളം നാം കാണുന്നുണ്ട്. ക്രൈസ്തവ സഭയുടെ അടയാളം രക്ഷാകരമായ സ്ലീബായാണ്. അത് വേണ്ട എന്ന് പഠിപ്പിച്ചിരുന്നവർ തന്നെ ഇപ്പോൾ സ്ലീബ പ്രത്യേകമായി ആദരിക്കുവാനും അവരുടെ ചിഹ്നമായി ഉപയോഗിക്കുവാനും തുടങ്ങിയിട്ടുണ്ട്. പൂർണ്ണത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിതാന്തമായ ഉത്തമ മാതൃകയാണ് സ്ലീബ എന്ന് നാം മനസ്സിലാക്കുന്നു. സ്ലീബായിലല്ലാതെ ലോകത്തിന് പാപപരിഹാരമില്ല, ലോകത്തിന് മോചനമില്ല. സ്ലീബ നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ സിംബൽ ആണ്. ദ ഇമേജ് ആൻഡ് പെർഫെക്റ്റ് സിംബൽ of the incarnation of our Lord and Savior Jesus Christ എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ഈ സ്ലീബ കണ്ടെടുത്ത പെരുന്നാൾ മുതൽ കൂദശീത്തോ വരെ, ഈ വർഷം അത് നവംബർ 2-ാം തീയതി ഞായറാഴ്ചയാണ്. അതുകൊണ്ട് നവംബർ 2-ാം തീയതി പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പെരുന്നാൾ ഇത് ഞായറാഴ്ച വരുമ്പോൾ തിങ്കളാഴ്ചയിലേക്കാണ് നടത്തുക എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പെരുന്നാൾ ഈ വർഷം 2ഉം 3ഉം ആയിട്ടാണ് നടത്തുക. ഈ വർഷം കൂദശീത്തോ ഞായറാഴ്ചയായിട്ട് വരുന്നു. തിരുമേനി കാലം ചെയ്ത വർഷവും അത് കൂദശീത്തോ ഞായറാഴ്ചയായിരുന്നു എന്നാണ് കലണ്ടർ പ്രകാരം കാണുന്നത്. പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ സ്ലീബ കാലത്തിൻ്റെ പ്രധാന ചിന്ത കർത്താവിൻ്റെ 2ാമത്തെ വരവിലേക്ക് നാം നോക്കി പാർക്കുന്നു എന്നുള്ളതാണ്. യുഗാന്ത്യകാലം, ദ എസ്കറ്റോളജിക്കൽ പീരീഡ്, or rather the eschatological hope of the Holy Church എന്ന് പറയും. കർത്താവേ വേഗം വരണമേ എന്ന വെളിപാടുകാരൻ്റെ പ്രാർത്ഥനയാണ് ഈ കാലഘട്ടത്തിൻ്റെ മുഖ്യ ചിന്താധാര. ആമേൻ. കർത്താവേ വേഗം വരണമേ.
മാറ അത്ത എന്ന് അതിന് പറയും. അപ്പോൾ അതേ പ്രമാണത്തിൽ നിന്നുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൻ്റെയും അത് ആരംഭിക്കുന്നത് സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നമുക്കറിയാം കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ആരംഭിച്ചിട്ട് പുത്രനെക്കുറിച്ചുള്ള വിശദമായ പുത്രന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പിതാക്കന്മാർ പഠിപ്പിച്ച കാര്യങ്ങൾ നാം ഉച്ചരിക്കുകയും പരിശുദ്ധ റൂഹായെക്കുറിച്ച് പറയുകയും വിശുദ്ധ സഭയെക്കുറിച്ച് അതിൻ്റെ കൂദാശകളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തതിന് ശേഷം ഒടുവിൽ നാം പറയുകയാണ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. വി ലുക്ക് ഫോർവേഡ് ഫോർ ദ റിസറക്ഷൻ ഓഫ് ദ ഡെഡ് ആൻഡ് എ ന്യൂ ലൈഫ് ടു കം. പൗരസ്ത്യ സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് ഇത്. ഈ ലോകത്ത് ഇങ്ങനെ ജീവിച്ച് പോയാൽ പോരാ. ഇതിനപ്പുറത്ത് ഒരു നിത്യതയുണ്ട്. ആ നിത്യതയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ നിത്യതയെക്കുറിച്ച് സ്വപ്നം കാണുവാൻ നമുക്ക് അവകാശമുള്ളത് ഈ ലോകത്ത് നന്മയിൽ സത്യത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമാണ്. അതും കൂടെ ഓർപ്പിക്കുന്നു. വെറുതെ സ്വപ്നം കണ്ടതുകൊണ്ടായില്ല. ഈ ലോകത്ത് നന്മയിൽ വസിക്കുന്നവർക്ക് കർത്താവേ വരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ അവകാശമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ശ്രീബാപെരുന്നാളിന് ശേഷമുള്ള എല്ലാ വായനകളും കടന്നു വരുന്നത്. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം പറയുകയാണ്, അത്തിവൃക്ഷത്തിൽ നിന്ന് ഒരു ഉപമ പഠിപ്പീൻ. അതിന് ഇളം കൊമ്പുകൾ ഉണ്ടാവുകയും ഇലകൾ തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലമായി എന്ന് നിങ്ങൾ അറിയുന്നു. അപ്രകാരം തന്നെ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ ഇത് വാതിക്കലെത്തിയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. അതിന് മുൻപിൽ വളരെ വിശദമായിട്ട് ലോകാവസാനത്തിന്റെ സൂചനകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ സൂചന എന്ന് നോക്കിയിരുന്നിട്ട് കുറെ പ്രവചനങ്ങൾ നടത്തിയിട്ട് ഏതെങ്കിലുമൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ട് പണ്ട് അഞ്ചരക്കാരൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ പിന്നാലെ പോവുകയല്ല. ലോകാവസാനം പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ലെന്നാണ് ഇവിടെ പ്രസ്താവിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്ന് ലോകം അവസാനിക്കുമെന്നുള്ള പ്രവചനങ്ങളല്ല വേണ്ടത്, മറിച്ച് എപ്പോൾ അത് സംഭവിക്കുന്നുവോ അതിനുവേണ്ടി ഉണർന്നും പ്രാർത്ഥിച്ചും നിങ്ങൾ ഇരിപ്പീൻ എന്നാണ്. ആർ വി റെഡി ടു ഫേസ് ദ കലാമിറ്റീസ് ദാറ്റ് മേ ഹാപ്പൻ ഡ്യൂറിങ് ദിസ് ടൈം? നാം ഓർക്കണം, ലോകമെമ്പാടും അനേക വിധത്തിലുള്ള മനുഷ്യ അവകാശ ധ്വംസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണങ്ങൾ പലതാകാം. വംശീയത, അധികാരക്കൊതി, രാഷ്ട്രീയ ലാഭം, അതുപോലെ തന്നെ വെപ്പണൈസേഷൻ അഥവാ ആയുധവൽക്കരണം, ആയുധങ്ങൾ മേടിച്ച് കൂട്ടി അതുകൊണ്ട് ലോകത്തെ മുഴുവൻ നശിപ്പിക്കുവാനുള്ള തത്രപ്പാട്. ഇന്നലെയും ഒരു കരാറിന്റെ കാര്യം കണ്ടു. 28,000 കോടി ഡോളറൊക്കെയാണ് ആയുധ പന്തായത്തിന് വേണ്ടി ഭാരതം ഉൾപ്പെടെ ചെലവഴിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കമന്റ്സ് ഒന്നും പറയുന്നില്ല. ഇത് ഒരു വലിയ വ്യാപാര ശൃംഖലയാണ്. അതുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാകുന്ന കാലത്തോളം ചെറിയ രാജ്യങ്ങളിലും വലിയ രാജ്യങ്ങളിലും പട്ടിണി രാജ്യങ്ങളിലും സമ്പന്ന രാജ്യങ്ങളിലും ഒരുപോലെ യുദ്ധക്കെടുതികൾ ഉണ്ടാകും, മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടക്കും. കാരണം എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ലോകത്തിന്റെ ഒരു കോണിൽ
ഒരു സമൂഹം മുഴുവൻ പട്ടിണി കൊണ്ട് മരിക്കുന്ന, അതേസമയം അവരുടെ തലകളിൽ മിസൈലുകളും ഡ്രോണുകളും വർഷിക്കപ്പെടുന്ന, അവരെ തീർത്തും ഇല്ലായ്മ ചെയ്യുന്ന ഒരു സംസ്കാരമാണ് 21-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലേക്ക് കടന്നു വരുമ്പോഴും ലോകത്തിന്, മനുഷ്യജാതിക്ക് ഉള്ളത് എന്ന് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ലജ്ജിതരാകേണ്ടതുണ്ട്. ഞാനിത് സൂചിപ്പിക്കുന്നത് ദൈവകൃപ ധാരാളമായി ഒഴുകുവാൻ, പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. ഈ ലോകത്തിന്റെ അധികാരികൾ അവർക്ക് അവരുടെ മനസ്സ് സമാധാനപരമാക്കി തീർക്കണമേ എന്നാണ് ഇന്നും നാം പിതാക്കന്മാരുടെ ഖാനസ്തോക്രമത്തിൽ പ്രാർത്ഥിച്ചത്. ഇപ്പോൾ സ്വയം അവകാശപ്പെടുകയാണ്, ഞാനാണ് നോബൽ സമ്മാനത്തിന് യോഗ്യൻ. കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ട് എനിക്ക് സമാധാനത്തിന്റെ അവാർഡ് ലഭിക്കണം. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലം പോകുന്നത്. ഈ ചെയ്യുന്നത് എന്താണ്, അത് നമുക്ക് വിഷയമല്ല. ഞാൻ ആരെയും വിമർശിക്കുവാൻ നമുക്ക് അവകാശം ഇല്ല. പക്ഷെ ഓർക്കേണ്ടുന്നത്, മനുഷ്യാവകാശ ലംഘനങ്ങൾ അതിശക്തമായി ഇന്നും നടക്കുന്നു. പട്ടിണിയും ദാരിദ്ര്യവും നടക്കുന്നു. അവിടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളത്, തളിർക്കുന്ന അത്തിയെ നോക്കുമ്പോൾ അവിടെ കാണേണ്ടതായ കാര്യം, ഇതിനൊക്കെ ഒരന്ത്യമുണ്ട്. കാലങ്ങൾ മാറി വരും. ഒരു വേനലുണ്ടെങ്കിൽ തുടർന്ന് വർഷമുണ്ട്. ഈ കാര്യങ്ങൾ ഓർക്കുവാൻ നമുക്ക് സാധിക്കണം. അനേക ഉന്നത രാജ്യങ്ങളൊക്കെ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. ലോകത്തെ മുഴുവൻ അടക്കി വാണ അനേകം സാമ്രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇന്ന് കുപ്പക്കുഴിയിലാണ്. അതുകൊണ്ട് ഓർക്കേണ്ടത്, ദൈവമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്കിടയാകണം. മറ്റുള്ള കാര്യങ്ങളിലൊന്നും നാം വിഭ്രമിച്ചിതരാകരുത്. തീർച്ചയായിട്ടും മാനുഷികമായിട്ട് പരിഗണിക്കുമ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ മോൾക്ക് PGക്ക് ഇന്നിടത്ത് അഡ്മിഷൻ കിട്ടി, മോൻ അവിടെ ജോലിക്ക് പോയി, ഒക്കെ ശരിയാണ്. പക്ഷെ അതിലൊന്നും ദൈവത്തെ സ്തുതിക്കണം അതിലൊക്കെ. എന്നാൽ അതിൽ കൂടുതൽ അഭിരമിക്കുവാൻ നമുക്കിടയാകരുത്. ഇനി എല്ലാം റെഡിയായി, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അതാണ് ചിന്തിക്കുന്നതെങ്കിൽ നാളെ നിനക്കൊരവസാനമുണ്ട്. ഞാനെൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ലോകത്തിന് അവസാനം എന്നുണ്ടാകും അത് നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ എന്റെയും നിന്റെയും ലോകത്തിന് ഏതു നിമിഷവും അവസാനമുണ്ടാകാം. ഈ ലോകത്ത് ജനിച്ചവരാരും ഒരു 120 വയസ്സ് മാക്സിമം, അതിൻ്റെ അപ്പുറത്ത് ആരും ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് ലോകത്തിന് അവസാനമുണ്ടാകുമോ അറിയില്ല. പക്ഷെ എനിക്കും നിനക്കും അവസാനമുണ്ട്. അങ്ങനെ അവസാനമുണ്ടെങ്കിൽ ആ അവസാനത്തിലേക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുവാൻ ഈ ദിവസങ്ങൾ നമുക്ക് ഇടയാകണം. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, വിശുദ്ധ തൃത്വത്തെ ആരാധിക്കാം, പിതാക്കന്മാർ നമ്മെ കാണിച്ചു തന്ന വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഇപ്പോൾ സ്ലീബായുടെ കുക്കിലിയോൻ ചൊല്ലി, വാങ്ങിപ്പോയവരെയും ഓർത്ത് കുക്കിലിയോൻ ചൊല്ലി വിശുദ്ധ കുർബാനയുടെ പൂർത്തീകരണത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും മഹത്വം കരേറ്റാം. ആമേൻ.